ഹലോ, നമുക്കിന്നൊരു വെജിറ്റബിൾ ഷുർബ ഉണ്ടാക്കിയാലോ? അപ്പോൾ വെജിറ്റബിൾ ഷുർബയ്ക്ക് എന്താണ് മെയിനായിട്ട് വേണ്ടത്? വെജിറ്റബിൾ. അപ്പം നമ്മളെ വീട്ടിൽ അത്യാവശ്യം എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഏതൊക്കെയാണ്? ക്യാരറ്റ്, സവാള, ബീൻസ്, ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു ഒരു ഇത്തിരി പോലെ മതി. പിന്നെ 1-2 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ ശകലം പച്ചമുളക് ഒരു എരിക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ തക്കാളിയും കൂടി ഇടും കേട്ടോ. തക്കാളി അത് ഇപ്പോഴല്ല, നമ്മൾ തക്കാളിയും കൂടി ഇടും. ഇമ്മിണി വെജിറ്റബിൾ വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾ ഷുർബ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനാദ്യം വേണ്ടുന്നത് കുക്കറാണ്. കുക്കർ അടുപ്പത്ത് വയ്ക്കുക, വെള്ളം തിളയ്ക്കണം. അതാണ്ട് വെള്ളം തിളച്ചു തുടങ്ങി അതിനകത്തോട്ട് നമുക്ക് വെജിറ്റബിളൊക്കെ അങ്ങ് ആഡ് ചെയ്യാം. ക്യാരറ്റ്, ശകലം പച്ചമുളകേ ഇടുന്നുള്ളൂ കേട്ടോ. പച്ചമുളകിനൊരു എരി ഉണ്ടല്ലോ, മൂടി കിടക്കട്ടെ. പിന്നെ സവാള. കയ്യിൽ വെള്ളം തിളയ്ക്കുന്നു, സോറി ഗൈസ്, കയ്യിൽ വെള്ളം തെറിക്കുന്നു, ചൂടുവെള്ളം. ഇതങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് ദാണ്ടേ സവാള ഇട്ടു. അടുത്ത നമ്മളെ ബീൻസ് കുട്ടന്മാരെ അങ്ങോട്ട് ഇടട്ടെ. നമ്മളെ ബീൻസ് കുട്ടന്മാരും ഇട്ടു. നെക്സ്റ്റ് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി അതും ഇട്ടു. അപ്പം നമ്മളെ മല്ലിയില ഇവിടെ ഇരിക്കട്ടെ തൽക്കാലം. മല്ലിയില നമ്മളിപ്പോൾ അങ്ങോട്ട് ഇടുന്നില്ല, ഫൈനലി മതി. വെജിറ്റബിളൊക്കെ ഇങ്ങനെ നന്നായിട്ടിടുന്ന് തിളക്കുകയാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. കൂടരുത് കേട്ടോ, കുറച്ചിട്ടാൽ മതി. കാര്യം നമ്മൾ വേറൊരു സാധനം ഇതിനകത്ത് ഇടുന്നുണ്ട്, അപ്പോൾ കുറച്ചിട്ടാൽ മതി. വെജിറ്റബിൾ ഷുർബയ്ക്ക് മെയിനായിട്ട് വേണ്ടുന്നത് വെജിറ്റബിൾ ആണ്, അത് നമ്മൾ ഇട്ടു. ഇനി വേണ്ടുന്നത് എന്താണ്? ഓട്സ്. നമ്മൾ ഓട്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാ വൈറ്റ് ഓട്സ് ഉണ്ടല്ലോ, അത് തന്നെ. അപ്പം നമുക്ക് കുറേശ്ശായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടി അത് ഇളക്കി ഇനി നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണിലും താഴെ, അത്രയും മതി. ഇത്രയും മതി. മാഗി ക്യൂബ്. അപ്പോൾ അതും കൂടി നമ്മൾ ഇടുന്നതുകൊണ്ട് ഇതിന് ഓൾറെഡി ഉപ്പുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് കുറച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ അതും കൂടി ഇടുക. എന്നിട്ടൊന്നും കൂടി ഇളക്കുക. നമ്മളിപ്പോൾ തീ ഇത്തിരി കുറച്ച് വെച്ചിരിക്കുകയാണ്. ശകലം കുരുമുളക് പൊടിയും കൂടി നമ്മൾ ഇടുവാണ്. ഓക്കെ, നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ദെൻ മിക്സ്. അപ്പോൾ നമുക്ക് കുക്കർ അടയ്ക്കാം. കുക്കർ അടയ്ക്കുന്നതിന് മുന്നേ കുക്കറിൻ്റെ അടപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ഇനി അടച്ചിട്ട് ഒരൊറ്റ ഫിസിൽ മതി. ഷുഗർ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അരിഞ്ഞു വെച്ചാൽ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മല്ലിയിലയും കൂടി ആഡ് ചെയ്യുന്നു. ഓക്കെ, മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷുർബ റെഡി. ശകലം ഉപ്പ് കുറവുണ്ട്, നമുക്കൊരു ശകലം ഉപ്പും കൂടി ഇടാം. ഫ്രണ്ട്സ്, നമ്മളുടെ വെജിറ്റബിൾ ഷുർബ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.